ഇന്നേ കുഞ്ചൂസിന് സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ്. ഇത് ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. അപ്പോൾ കുഞ്ചൂസിന് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി രാവിലെ വിളിച്ചുണർത്തുകയാണ്. കുഞ്ചൂസിനെ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഒരു വിധത്തിൽ എണീക്കത്തില്ല. എണീറ്റാലോ എണീറ്റ് സെറ്റിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് തൂണിൻ്റെ മുട്ടി പോയിരിക്കും. അത് കഴിഞ്ഞ് സൈക്കിളിൽ പോയിരുന്ന് ഒരു ഉറക്കം ഉറങ്ങും. അത് കഴിഞ്ഞ് ഈ ബ്രഷ് എടുത്ത് കൊടുക്കുമ്പോൾ ബ്രഷ് വായിൽ പിടിച്ചിട്ട് ഒരു ഉറക്കമുണ്ട്. ഇത്രയും ഉറക്കം കഴിയുമ്പോൾ ആൾ ഓക്കെ. അപ്പം കുഞ്ചൂസ് ബ്രഷ് ചെയ്യാൻ പോയ സമയത്തിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ആൾ ഓക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ പോകുന്നുണ്ട്. ഈ പോകുന്നതിനിടയ്ക്ക് ഓരോന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇത്ര അരവാടി ഓ ബാക്കി 2 മാസം അങ്ങനെ കുഞ്ചൂസിൻ്റെ സ്കൂൾ ബസ് വന്നിട്ട് കുഞ്ചൂസ് പോയി ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴത്തേനും വരും കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് കുഞ്ചൂസിനെ വിളിക്കാൻ പോകുന്നു. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ ഈ വഴി കൂടെയാണ് നടന്നിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ചൂസിനെ കാത്ത് നിന്നപ്പോൾ ഒരു 2:15 ആയപ്പോഴത്തേക്ക് കുഞ്ചൂസ് എത്തിയിട്ടുണ്ട്. പിന്നെ തുടങ്ങും അംഗം കുഞ്ചൂസ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആര് ഫസ്റ്റ് ഓടിയെത്തും അവർക്ക് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കണ്ടോ ഓടി വരുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രെയിനിങ്. പിന്നെ സ്കൂളിലെ ലാസ്റ്റ് ഡേ അപ്പം നമുക്ക് മുട്ടായി പിന്നെന്താ ലെറ്ററൊക്കെ കിട്ടി. ലെറ്ററിൽ എന്തിനാണ് അവരുടെ സ്കൂളിൽ സീനിയർ സെക്കൻഡറി വരുന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു അറിയിപ്പായിട്ടാണ് ഒരു കാർഡായിരുന്നു. ഓരോരുത്തൻ പറഞ്ഞ് ഇതിൻ്റെ ട്രഷർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുത്തി കുറിച്ചോണ്ടിരിക്കും. എന്നും ഇത് തന്നെയാണ്. ഇവർ സ്കൂൾ വന്നിട്ട് ഇവർ 3 പേരും കൂടി ഒരു മുക്കാൽ മണിക്കൂർ എന്നും നിന്നതുപോലെ കളിക്കും. അപ്പോൾ ഇന്ന് പറയണേ ഇനിയിപ്പോൾ സ്കൂൾ അടച്ചില്ല, യൂണിഫോം വേണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ നിരങ്ങി കളിക്കും. യൂണിഫോം വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിരയും കളിക്കും. ഞാൻ പറഞ്ഞു അടുത്ത വർഷം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് സാരമില്ല നമുക്ക് അടുത്ത വർഷം വേറെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി ഇരുന്ന് നിരങ്ങി വിശാലമായിട്ട് നട്ടുച്ച വെയിലത്താണ് ഈ കളിക്കുന്നതെന്നും കൂടി. ഒന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ ചുറ്റും മരങ്ങൾ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ കുഞ്ചൂസിനെ ഞാൻ അവരവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ കുഞ്ചൂസ്. പിന്നെ നമ്മൾ പാറബ്രോയിനെ കണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞോണ്ട് വന്ന വാഴയെല്ലാം കൊടുക്കുക അവളൊക്കെ വേണത് തറയിട്ട് കൊടുത്തപ്പോൾ അവളൊക്കെ മിണുമിണാ തിന്നു. പിന്നെ പാറൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാം ചെയ്യാൻ നിൽക്കും. എന്താ പാറന് ഫുഡും കൊടുത്ത് ഞാൻ ഓടി. കുഞ്ചൂസ് മിക്കവാറും എന്നതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേനും മിക്കവാറും ഇത് തന്നെയാണ് പരിപാടി. കുഞ്ചൂസിന് പാറുൻ്റെ അടുത്ത് പോയിട്ടൊക്കെ കുഞ്ചൂസ് വരത്തുള്ളൂ. പറയൂ 2ാം ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ്. കിട്ടിയില്ലേ? അങ്ങനെ ഓരോ വഴിയില്ല കുഞ്ചൂസ്. എൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഒരു വീട്ടിൽ പായസം അമ്പലത്തിൽ നിന്ന് പായസം പാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കുഞ്ചൂസിൻ്റെ കൊടുത്തതാണ്. അപ്പോൾ സ്കൂൾ അടച്ചെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ബഹളമാണ് കേട്ടോ ഇത്. 2 ദിവസം തുടർച്ച വീഡിയോ ഇടാൻ സന്തോഷോടെ കിട്ടാൻ മൊത്തം വിളിക്കാം. ബെദിന്റെ അടുത്ത് പറഞ്ഞ് രാവിലെ അങ്ങനെ കുഞ്ചൂസിനെ സ്കൂൾ അടച്ചു.